ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 15 ശ്ലോകം 5. മമ ഗുണഗണലീലാകർണനേ കീർത്തനാദ്ധ്യേർ മയി സുരസരിതോഗ പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രി കപിലതനുരിതിത്വം ദേവഹൂത്യേന ഗാദീഹി. മമ ഗുണഗണലീലാകർണനേഹി കീർത്തനാദ്യൈഹി മയി സുരസരിതോഗ പ്രഖ്യ ചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോഃ വിജേത്രി കപിലതനുരിതിത്വം ദേവഹൂത്യേന ഗാദി. മമ ഗുണഗണലീലാകർണനേഹി, എൻ്റെ ഗുണസമൂഹങ്ങളെയും ലീലകളെയും കീർത്തനാദ്യേഹി, ഗുണസമൂഹങ്ങളിൽ ലീലകളെയൊക്കെ കേട്ടിട്ടും കീർത്തനാദ്യേഹി നാമസങ്കീർത്തനം സ്വരൂപധ്യാനം മുതലായവ ചെയ്തും മയി സുരസരിതോക പ്രഖ്യ, എന്നിൽ ഗംഗാപ്രവാഹം പോലുള്ള ചിത്താനുവൃത്തി ചിത്തവൃത്തിയാകുന്ന പരമഭക്തി ഭവതി ഉത്കൃഷ്ട ഭക്തി ഉണ്ടാവുന്നു. സാഹി മൃത്യോഹോ, ആ ഭക്തിയാകട്ടെ മരണത്തെ വിജേത്രി ജയിക്കുന്നു. ഇതി കപിലതനുഹു ത്വം ദേവഹൂത്യേന ഗാദി. ഇപ്രകാരം കപിലസ്വരൂപനായ നിന്തിരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു. അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു, യമം നിയമം ആസനം പ്രാണായാമം എന്നിവയൊക്കെ പരിശീലിച്ചിട്ട് ചിത്തശുദ്ധി വന്നതിന് ശേഷം ഭഗവാന്റെ മനോഹരമായ സ്വരൂപത്തെ എപ്പോഴും ധ്യാനിച്ച് പരിചയിക്കണം. ഇപ്രകാരമാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത്. ഈ ശ്ലോകത്തിൽ പറയുന്നു, മുൻപറഞ്ഞ ജ്ഞാനയോഗത്തെക്കാളും അഷ്ടാംഗയോഗത്തെക്കാളും ഒക്കെ എളുപ്പമാണ് ഭക്തിയോഗം എന്ന്. ആ ഭക്തിയോഗം എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. എൻ്റെ ഗുണസമൂഹങ്ങളെയും ലീലകളെയും കേട്ടും നാമസങ്കീർത്തനം സ്വരൂപധ്യാനം മുതലായവ ചെയ്തും എന്നിൽ ഗംഗാപ്രവാഹം പോലുള്ള ചിത്തവൃത്തിയാകുന്ന ഉത്കൃഷ്ട ഭക്തി ഉണ്ടാവുന്നു. ആ ഭക്തിയാവട്ടെ മരണത്തെ ജയിക്കുന്നു. ഇപ്രകാരം കപിലസ്വരൂപനായി നിന്തിരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു. ഗംഗാപ്രവാഹം പോലെ ശക്തിയോടുകൂടിയ ചിത്തവൃത്തി ഭഗവാനിലേക്ക് ഇടവിടാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനെയാണ് ഇവിടെ ഉത്കൃഷ്ട ഭക്തി എന്ന് പറയുന്നത്. അതുണ്ടാവാൻ ശ്രവണ കീർത്തനാദികളായി ക്രമത്തിൽ കയറി കയറി വരേണ്ടതായ 9 അവസ്ഥാവിശേഷങ്ങളുണ്ട്. അവ പരമഭക്തിയിലേക്ക് കയറുവാനുള്ള സോപാനങ്ങളാണ്. 3-ാം ദശകത്തിൽ അവയെപ്പറ്റി വിവരിച്ചിട്ടുണ്ട് ഭാഗവതത്തിൽ. ശ്രവണ കീർത്തനാദികളെ കൊണ്ട് ആ പരമഭക്തി സമ്പാദിക്കണം. എന്നാൽ പിന്നെ ജനനമരണാദികളായ സംസാര ക്ലേശങ്ങൾ ഉണ്ടാകുന്നതല്ല. അതിനാൽ ഭക്തിയോഗം തന്നെയാണ് മുൻ വിവരിച്ച ജ്ഞാനയോഗത്തെക്കാളും അഷ്ടാംഗയോഗത്തെക്കാളും ഒക്കെ ഉത്കൃഷ്ടം എന്നാണ് ഇവിടെ ഭാവം. മൽഗുണശ്രുതി മാത്രേണ മയി സർവഗുഹാശയി മനോഗതിരവിച്ഛിന്ന യഥാ ഗംഗാംബസോംബുധോ സ ഏവ ഭക്തിയോഗാഖ്യ അത്യന്തിക ഉദാഹൃത ഏനാദി വ്രജ ത്രിഗുണം മൽഭാവായോപപദ്യത്തെ. ഭാഗവതത്തിലെ 3-ാമത്തെ സ്കന്ധത്തിൽ 29-ാമത്തെ അധ്യായത്തിൽ 11-14 ശ്ലോകങ്ങളാണ്. ആ 2 ശ്ലോകങ്ങളുടെ സാരാണ് ഈ പദ്യം. ധർമ്മം, അർത്ഥം, കാമം ഇവയാണല്ലോ ഐഹികങ്ങളായ 3 പുരുഷാർത്ഥങ്ങൾ. ഇവയിൽ അർത്ഥകാമങ്ങളിൽ ആസക്തനായിട്ട് പാപകർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ഗൃഹസ്ഥന് നരകാണ് ഫലം എന്നാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ പറയാം. ഈ ശ്ലോകത്തിൽ പറഞ്ഞതു, എൻ്റെ ഗുണസമൂഹങ്ങളെയും ലീലകളെയും കേട്ടും നാമസങ്കീർത്തനം സ്വരൂപധ്യാനം മുതലായവ ചെയ്തും എന്നിൽ ഗംഗാപ്രവാഹം പോലുള്ള ചിത്തവൃത്തിയാകുന്ന ഉത്കൃഷ്ട ഭക്തി ഉണ്ടാകുന്നു. ആ ഭക്തിയാവട്ടെ മരണത്തെ ജയിക്കുന്നു. ഇപ്രകാരം കപിലസ്വരൂപനായ നിന്തിരുവടി ദേവഹൂതിയോട് അരുളി ചെയ്തു. മമ ഗുണഗണലീലാകർണനേ കീർത്തനാദ്യേർ മയി സുരസരിതോഗ പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രി കപിലതനുരിതിത്വം ദേവഹൂത്യേന ഗാദീഹി. മമ ഗുണഗണലീലാകർണനേ കീർത്തനാദ്യേർ മയി സുരസരിതോഗ പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രി കപിലതനുരിതിത്വം ദേവഹൂത്യേന ഗാദി. മമ ഗുണഗണലീലാകർണനേ കീർത്തനാദ്യേർ മയി സുരസരിതോഗ പ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തി സാഹി മൃത്യോർവിജേത്രി കപിലതനുരിതിത്വം ദേവഹൂത്യേന ഗാദീഹി.
മമ ഗുണഗണലീലാകർണനീ കീർത്തനാദ്ധിർ മയി സുരസരിതോഗപ്രഖ്യചിത്താനുവൃത്തി ഭവതി പരമഭക്തിസാഹി മൃത്യോർവിജേത്രി കപിലതനുരിതി ത്വം ദേവഹൂത്യേനഗാദി. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.